നമസ്കാരം. വേഴം രാശി മാറുകയാണ്. വേഴമാറ്റത്തിൽ ചോതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരിക്കലും വ്യാഴഗ്രഹം ഒരു നക്ഷത്രക്കാർക്കും ദോഷങ്ങൾ വരുത്താറില്ല. കാരണം വ്യാഴം എല്ലാ വ്യക്തികൾക്കും നന്മകൾ മാത്രം വരുത്തുന്ന ഒരു ഗ്രഹമാണ്. ദോഷം വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന നന്മകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ലഭിക്കാതെ വരുന്നതിന് കാരണം നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശ അപഹാരത്തിൻ്റെ ദോഷങ്ങളോ അല്ലെങ്കിൽ വ്യാഴം നിൽക്കുന്ന പൊസിഷൻ ആ സ്ഥാനത്തിനുള്ള മാറ്റങ്ങളോ കൊണ്ടാണ് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്നത്. അത് നമുക്ക് കൃത്യമായി നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഇപ്പോഴത്തെ സമയം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി. കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രം എല്ലാ മാസവും ക്ഷേത്രത്തിൽ സർവകാര്യസിദ്ധി പൂജ നടക്കുകയാണ്. ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് സന്തോഷം തന്നെയാണ്. കൃത്യമായി പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതിനോടൊപ്പം വ്യാഴം രാശി മാറുന്നത് ഈ പ്രാവശ്യം രാശി മാറുന്നത് തൻ്റെ ഉച്ചക്ഷേത്രത്തിലാണ്. അതായത് കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം മാറുന്നത് 12 വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ വരുന്നു. ചോതി നക്ഷത്രക്കാർക്ക് കൂടുതലും അവർക്ക് ബാധിക്കുന്നത് നിങ്ങളുടെ ജോലിയിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അതിലൊരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. ഒരുപാട് ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളെ നിങ്ങൾ താഴ്ത്തി കാണരുത്. അവർക്കൊരല്പം ബഹുമാനവും അംഗീകാരവും കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അവർ തന്നെ നാളെ പറയും നിങ്ങൾക്ക് അഹങ്കാരമാണ്, ആ വ്യക്തിക്ക് കഴിവുള്ളത് കൊണ്ടുള്ള അഹങ്കാരം എന്നൊക്കെ പറയുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ചുറ്റുമുള്ള വ്യക്തികൾക്കും അതിൻ്റേതായ ബഹുമാനവും അംഗീകാരവും കൊടുത്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജോലിയിൽ പ്രശസ്തിയും അംഗീകാരങ്ങളും നേട്ടങ്ങളും സാമ്പത്തിക പുരോഗതിയും സമ്പൽ സമൃദ്ധിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ബിസിനസ്സിൽ നേട്ടങ്ങൾ വർദ്ധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ധനപരമായ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. കുടുംബജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുക തന്നെ ചെയ്യും. മാതാപിതാക്കളുമായുള്ള ബന്ധം നല്ല സൗഹൃദത്തിൽ മുന്നോട്ട് പോകുകയും അവരിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടേണ്ടി വരികയും അവർക്ക് സാമ്പത്തികം നമ്മൾ കൊടുക്കേണ്ടി വരികയും അല്ലെങ്കിൽ നമ്മുടെ സമയം അവർക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. മാനസികപരമായിട്ടുള്ള ഒരു സമ്മർദ്ദം നിങ്ങൾ കൂടുതലായി ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ടെൻഷൻ, ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ ടെൻഷൻ അടിക്കുകയും അതിൽ നിങ്ങൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ടെൻഷൻ കുറയ്ക്കുന്നത് നല്ലതാണ്. എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള മനോധൈര്യം ഉണ്ടായിരിക്കുക. ആ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് പല പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ടെൻഷൻ കൂടുന്തോറും ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഹോസ്പിറ്റൽ വാസം നിങ്ങൾക്ക് തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകേണ്ടി വരും. അത് നിങ്ങളെ ജോലിയെ ബാധിക്കും, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കും, തടസ്സങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ പരീക്ഷയൊക്കെ വരുമ്പോഴേക്കും ടെൻഷൻ കൂടുകയും അവർ പഠിച്ചത് മറന്നു പോവുകയും പഠിത്തത്തിൽ പിന്നിലേക്ക് പോവുകയും മാർക്ക് കുറയുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. വിദേശത്ത് പോകാനായി ടെസ്റ്റുകൾ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടെന്നുണ്ടെങ്കിൽ ടെൻഷനെല്ലാം കുറച്ച് ആത്മാർത്ഥമായി പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. ചെറിയ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും വീട് മാറി താമസിക്കാനുള്ള യോഗമുണ്ട്. അതിപ്പോൾ 2 രീതിയിലാകാം. നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയുടെ മാറ്റം കൊണ്ടോ അല്ലെങ്കിൽ പുതിയൊരു വീട് വെച്ചോ അതിലോട്ടും മാറാം. അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറും. അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ചേഞ്ച് വരാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ലഹരി വസ്തുക്കളെ ആശ്രയിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. ചെറിയ ടെൻഷൻ വരുമ്പോഴോ മാനസികപരമായ ബുദ്ധിമുട്ട് വരുമ്പോഴോ പോയി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും നിങ്ങൾക്കത് ആരോഗ്യ പ്രശ്നത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. വിവാഹ സംബന്ധമായ ചെറിയ തടസ്സങ്ങൾ, പ്രണയത്തിൽ പരാജയം എന്നിവയൊക്കെ വരാൻ സാധ്യത കൂടുതലായി കാണുന്ന സമയമാണ്. ഈ സമയം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വിഷ്ണു ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക, അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമൂർത്തികളായ ഏതെങ്കിലും ഈശ്വരൻ്റെ ക്ഷേത്ര ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും നാമം ജപിക്കുകയും
എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും.